ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഓണം ടൈമായിട്ടുണ്ട്. പുതിയ മലയാളം നല്ല പടങ്ങൾ ഇറങ്ങുന്ന ടൈമാണ്. സോ ഖലീഫ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പൃഥ്വിരാജ് അഭിനയിച്ച് ഖലീഫ മൂവി എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? മൂവിനെ പറ്റി പറയുമ്പോൾ നല്ലൊരു കിട്ടിലൊരു ആക്ഷൻ പടമാണെന്ന് പറയാം. പൃഥ്വിരാജ് നല്ല രീതിയിൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കിട്ടിലൊരു ലുക്കിൽ വരുന്ന ഒരു സ്വാഗ് പടമാണ് ഈ ഒരു ഖലീഫ എന്ന് പറയുന്ന മൂവി. ഈ മൂവിക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറി സ്റ്റൈലിങ് നമ്മൾ കുറച്ച് പഴയ സ്റ്റൈലിങ്, എന്തുവാ പോക്കിരി രാജയിലൊക്കെ കണ്ടുവന്ന ആ ഒരു സ്റ്റൈലിംഗ് ആണ് ഈ ഒരു മൂവിയിൽ വന്നിരിക്കുന്നത്. സോ അത് മേ ബി നെഗറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക ഈ പടത്തിന്. കാരണം പുതിയ പടത്തിൻ്റെ ഒരു കൺസെപ്റ്റ് പോലെയൊന്നും അല്ല. പുതിയ പടം എന്താണ്, കല്ലിയങ്കാട്ട് നീലി ജീൻസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ അത് പുതിയൊരു ട്രെൻഡാവും, അങ്ങനത്തെ ഒരു സംഭവമൊന്നുമല്ല. പഴയ ഒരു സ്റ്റൈല് പടമാണ്, പഴയ ഒരു സ്റ്റൈലിലുള്ള ഒരു സ്റ്റോറി ഫോർമാറ്റാണ് അവരിതിലും കൊണ്ടുവന്നിരിക്കുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ പടമാണ്. നിങ്ങൾ വേറെ കോമഡി അങ്ങനത്തെ ഒരു സംഭവം നോക്കുമ്പോണ്ട് നല്ല കിട്ടിലൊരു ആക്ഷൻ പടമാണ്. സോ അത് ബേസ് ചെയ്ത് നിങ്ങൾ പോയാൽ മതി ഈ ഒരു പടത്തിന്. മൂവി എങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊരു ലാഗുണ്ട്. ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് സ്മഗ്ലിംഗ് ആണ്, ഗോൾഡ് സ്മഗ്ലിങ്. സോ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ആ ഒരു കഥ, പൃഥ്വിരാജിൻ്റെ ഫാമിലീനെ ബേസ് ചെയ്ത് സ്മഗ്ലിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ് ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു പോകുന്നത്. സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ ഈ ഒരു ക്യാരക്ടറിന് അവർ കുറച്ചങ്ങ് മുകളിലെത്തിക്കും, ഹൈ ലെവൽ സ്മഗ്ലറാക്കി എത്തിക്കും. അതൊരു കിഡിലൊരു പാത്താണ് അവർ കാണിച്ചിരിക്കുന്നത്. ഈ ഫസ്റ്റ് ഹാഫിൽ നിന്ന് സെക്കൻഡ് ഹാഫിലോട്ട് പോകുന്ന ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയാം. ഫസ്റ്റ് ഹാഫിൽ എങ്ങനെ ഇരുന്ന ആൾ സെക്കൻഡ് ഹാഫ് എത്തിയപ്പം ഏത് ലെവലെത്തി എന്നുള്ളൊരു സ്വാഗ് കണ്ടന്റ്, പൃഥ്വിരാജിൻ്റെ സ്വാഗ് എന്ന് പറഞ്ഞാൽ കിഡിലാണ്. അപ്പം അങ്ങനത്തെ ഒരു മൂവിയാണിത്. ക്ലൈമാക്സ് വരുമ്പോൾ നല്ലൊരു ക്ലൈമാക്സ് ആണെന്ന് തന്നെ പറയാം. ബോറിംഗ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് അല്ല. ബട്ട് ആ ഒരു ക്ലൈമാക്സിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ലൂസിഫർ മൂവിയുടെ ക്ലൈമാക്സ് കണ്ടിട്ടില്ലേ? ഇതിൽ ക്യാമിയോ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, മോഹൻലാൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ലൂസിഫർ മൂവിയിൽ നമ്മൾ കണ്ട പോലത്തെ ഒരു സിമിലർ കൈൻഡ് ഓഫ് ക്ലൈമാക്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് ക്ലൈമാക്സ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഇറ്റ്സ് എ ടെയിൽ എൻഡ്. ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് വരുന്നൊരു പോർഷനാണ് ടെയിൽ എൻഡ് എന്ന് പറയാം നമുക്ക് തന്നെ. അപ്പോൾ ആ ഒരു ടെയിൽ എൻഡ് നമ്മൾ ലൂസിഫറിൽ ടെയിൽ എൻഡ് പോലെ തന്നെ മോഹൻലാൽ ഒരു തണുപ്പുള്ളൊരു സ്ഥലത്ത് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്നു. ഇതിൽ ഹെലികോപ്റ്ററിന് പകരം പുള്ളി വേറൊരു സംഭവത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ലുക്കും ഇതൊക്കെ കുറച്ച് സിമിലർ ആണ്. പിന്നെ ആ ഒരു നടന്നു വരുന്നത്, നിങ്ങളിതൊക്കെ മിക്കവാറും ഇൻസ്റ്റയിൽ പലരും ഇത് റീൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ ഇത് കണ്ട് കാണും. ദൈവം ഇതിങ്ങനെ റീൽ ഇടല്ലേ, കാണാത്തവർ പോയി കാണുമ്പോൾ അവർക്കതൊരു ട്വിസ്റ്റ് എന്നോ സർപ്രൈസ് എന്നോ അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഫീൽ ചെയ്യും. ഇത് കണ്ടിട്ട് പോകണവർക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അത് നമുക്കൊരു സിമിലാരിറ്റി തോന്നും ലൂസിഫർ മൂവിയായിട്ട്. ആ ഒരു ഷോട്ട് ഭയങ്കര സിമിലറായിട്ട് തോന്നും. ബട്ട് കഥ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡീസൻറ്റ് കഥയാണെന്ന് നമുക്ക് പറയാം. പഴയ സ്റ്റൈലിൽ ഫോർമാറ്റിലുള്ള ഒരു കഥയാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കണ പോലെ മറ്റേ എന്തോ ലോക സിനിമ അല്ല, കല്യാങ്കാട്ട് നീലി ജീൻസ് കിട്ടുമെന്ന് പുതിയ ട്രെൻഡ് സ്വാഗ് അടിച്ച് ആ ഒരു ടൈപ്പ് ഓഫ് മൂവി അല്ല ഇത്. ഇത് പണ്ടത്തെ സ്റ്റൈല്. ഒരു ഹീറോ വരും, ആ ഹീറോ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് സീൻസിൽ കാണും, പാട്ടിൽ കാണും, ഡാൻസിൽ കാണും, അങ്ങനെ കുറച്ചിതും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഹീറോയുടെ സ്വാഗ് സംഭവങ്ങളും അങ്ങനെ കാണിക്കും. അങ്ങനത്തെ ഒരു പഴയ ടൈപ്പ് മൂവിയാണ് അവർ. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ മേക്കിംഗ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മേക്കിംഗ് എന്ന് തന്നെ നമുക്ക് പറയാം. ഓരോ ആംഗിൾസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ലൊക്കേഷൻ അവരെടുത്തിരിക്കുന്നത് എല്ലാം ഭയങ്കര കിട്ടിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. UK ഉണ്ട്, ദുബായ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇവിടെ കേരളത്തിലുണ്ട്. അപ്പം നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് പടം. ബട്ട് കുറേ നെഗറ്റീവ്സ് വരുന്നത് മെയിൻലി ഇതൊരു പഴയകാല സ്റ്റൈലിലുള്ളൊരു സ്റ്റോറീനെ കൊണ്ടുവന്ന് ഇപ്പം പ്ലേസ് ചെയ്തത് കൊണ്ടായിരിക്കാം. മേ ബി ജെൻസീസിനൊക്കെ ഇഷ്ടപ്പെടാത്തതാവാം. അവർക്കൊക്കെ ഇപ്പോഴും ഈ നീലി ഇങ്ങനെ വരണം, അപ്പോഴായിരിക്കും ഭയങ്കര ഹാപ്പിനെസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ബട്ട് എനിക്ക് ഈ ഒരു മൂവി ഓക്കെ ആണെന്ന് തോന്നി. ഞാനൊരു 250 രൂപ ടിക്കറ്റ് എടുത്ത് PVRൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വെർത്തായിട്ടുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു മേക്കിങ്ങും ആക്ഷനും എടുത്ത് പറയണം. പൃഥ്വിരാജ് നല്ല രീതിയിൽ സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് ഇതിലൊരു സ്പെസിഫിക് ഒരു സീനുണ്ട്. ഒരു പൃഥ്വിരാജിൻ്റെ ഫാമിലി ഒരു വീട്ടിൽ ആണ്, അവിടെ കുറേ സെക്യൂരിറ്റീസിനെ പൃഥ്വിരാജ് നിയമിച്ചിട്ടുണ്ട്. അവരെല്ലാം ഗൂർഖാസാണ്. അവരുടെ ഒരു കിഡിലെ ഒരു സ്റ്റണ്ട് സീക്വൻസ് ഉണ്ട്.
പൃഥ്വിരാജ് ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്കത് തോന്നി. കാരണം എനിക്ക് തോന്നുന്നു അവരൊക്കെ ട്രെയിൻഡ് പ്രൊഫഷണൽസാണ്. അപ്പോൾ അവരുടെ ആ ഒരു മൂവ്മെൻറ്റും നമ്മൾ ഈ റോപ്പ് കെട്ടി വലിക്കുന്ന അങ്ങനത്തെ ഒന്നുമില്ല, അവരൊക്കെ ഒറിജിനലായിട്ട് ചെയ്യുന്നതാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു സീക്വൻസ് എൻ്റെ മോനെ ഒരു രക്ഷയില്ല. പിന്നെ മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പൃഥ്വിരാജിൻ്റെ ഇൻട്രോ, ഒരു ആസ്റ്റൺ മാർട്ടിൻ കാർ. നിങ്ങൾ കാർ ലവേഴ്സ് ആണെങ്കിൽ പടം മസ്റ്റായിട്ട് കണ്ട കുറേ കിടിലൻ കാർസിൻ്റെ കിടിലൻ ഷോട്ടുകളുണ്ട്. ഞാൻ ഒരു കാർ ലവറാണ്, സോ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും വെർത്തായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ ഒരു ഫാമിലി പടമൊന്ന് പോയി കാണുന്നതിന് കാര്യം ഉപരി നിങ്ങൾ ഒരു ആക്ഷൻ പടമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ മൂവിയെ കൺസിഡർ ചെയ്ത് പോകണം. ഫാമിലിയായിട്ടും പോയിരുന്ന് കാണാൻ കുഴപ്പമൊന്നുമില്ല. സ്റ്റണ്ടുണ്ട്, അത്യാവശ്യം ചെറിയ ലെവലിൽ വയലൻസ് ഉണ്ട്. ബട്ട് നമ്മൾ മാർക്കുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ചെറിയ ലെവലിൽ അതിലും ബ്ലഡ് പോകുന്നതും അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. സോ കുട്ടികളായിട്ട് പോയാലും അവർക്ക് ഇഷ്ടപ്പെടും ഈ ഒരു ഫൈറ്റ് സീക്വൻസ് അങ്ങനത്തെ ഉള്ളത്. സ്റ്റോറിയാണ് മേ ബി കുട്ടിക്ക് ഇഷ്ടപ്പെടാത്തത്. കാരണം അത് എവിടേക്ക് കുറച്ചൊരു ലാഗ് ഉള്ളതുപോലെ തോന്നുന്നു. കാരണം കഥ ഇങ്ങനെ പറഞ്ഞു വരുന്നത് അങ്ങനത്തെ ഒരു ഫ്ലോയിൽ പോകുന്ന, ഭയങ്കര സ്ലോയിൽ പോകുന്ന ഒരു സ്റ്റോറിയാണ്. പിന്നെ എവിടെയൊക്കെയോ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിൻലി ഗോൾഡ് സ്മഗ്ലിംഗ് ആണ്. അപ്പം അത് എയർപോർട്ടിൽ എങ്ങനെയൊക്കെ ചെയ്ത് അവർ ഓവർകം ചെയ്യുന്നതും ടെക്നിക്സും ഇതൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്ന സംഭവങ്ങളായതുകൊണ്ട് അതൊക്കെ അവിടെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. സോ നിങ്ങൾ മസ്റ്റായിട്ട് പോയി ഇത് തിയേറ്ററിൽ വാച്ച് ചെയ്യണം. ഞാൻ പറയുന്നത് മെയിൻലി ഇതിൻ്റെ മേക്കിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം നല്ലൊരു മേക്കിങ്ങാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ വാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ മലയാള സിനിമ എത്രത്തോളം വളർന്നു എന്നുള്ളത്. പിന്നെ ഔട്ട് ഓഫ് 5 ഞാനിതിന് റേറ്റിംഗ് കൊടുക്കുന്നത് 3.9 ഞാൻ റേറ്റിംഗ് കൊടുക്കും. അത്ര മോശമല്ലാത്ത പടം. നിങ്ങൾക്ക് പോയിരുന്ന് തിയേറ്ററിൽ കാണാൻ. നിങ്ങളിപ്പം വേറൊരു മൂവി, ഓണത്തിൻ്റെ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ മൂവി കാണാനില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൽ കയറിക്കും. ടിക്കറ്റിൻ്റെ പൈസക്കുള്ള സംഭവം ആ മൂവിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പം അതിനേക്കാളും കൂടുതൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അതിൽ താഴെ എന്തായാലും വരത്തില്ല. സോ പോയിരുന്ന് കണ്ടാൽ വേസ്റ്റ് ആവത്തില്ല. ധൈര്യമായിട്ട് പോയിരുന്ന് കണ്ടോളൂ. പൃഥ്വിരാജും ഈ ഓണത്തിൽ നല്ലൊരു മൂവി കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ഓണം തൂക്കിയിരിക്കുന്നത് നിവിൻ പോളി ആയിരിക്കും. കാരണം ഫാമിലി പടത്തിനാണ് എപ്പോഴും ഓണത്തിന് പ്രിഫറൻസ്. ആക്ഷൻ പടത്തിനൊക്കെ കുറച്ച് കുറവായിരിക്കാം. ഇനി നമുക്കിതിൽ അഭിനയിച്ചിരിക്കുന്ന ആരെന്നൊക്കെ നോക്കാം. പൃഥ്വിരാജ് പുള്ളി എന്ത് ട്രാൻസ്ഫോർമേഷനാണെന്നാണ് ചെയ്തത്. ഇത് ഭയങ്കര ലുക്കാണ് ഈ ഒരു പടത്തിൽ. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ അത്രയും ബിഗ് സ്ക്രീനിങ് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഭയങ്കര ലുക്കായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. മോഹൻലാൽ ഒരു ക്യാമിയോ ആണ്. ചെറിയ കുറച്ച് പാർട്ടിലേ ഉള്ളത്തുള്ളൂ. ലാസ്റ്റ് ഒരു 15 മിനിറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നല്ലൊരു ഡീസൻറ്റ് ലുക്കിലാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. നമ്മൾ ലൂസിഫറിലെ പോലെയൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ നീൽ നിതിൻ മുകേഷ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ വില്ലൻ റോളാണ്. ഇന്ദ്രൻസ് ഉണ്ട്, പിന്നെ സഞ്ജു ശിവറാമുണ്ട്. അവരൊക്കെ നല്ല ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ വൈശാഖിൻ്റെ പടം എല്ലാം ഇങ്ങനത്തെ ആക്ഷൻ പടങ്ങൾ, നല്ല കിടിലമായിട്ടുള്ള പടങ്ങളായിരിക്കും. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറ്റം പറയാൻ ഒന്നുമില്ല. ഈ സ്റ്റോറി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചിലർക്കത് ദഹിക്കത്തില്ല, ചിലർക്ക് ദഹിക്കും. എനിക്ക് ദഹിച്ചു. അതുകൊണ്ട് എനിക്ക് കുഴപ്പം തോന്നിയില്ല. ഞാൻ മേക്കിങ്ങിൽ ഓക്കെയാണ്. സ്റ്റോറി വൈസും എനിക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നും തോന്നിയില്ല. പ്രൊഡ്യൂസർ റൈറ്റർ ജിനു വി എബ്രഹാമാണ്. മ്യൂസിക് ജെയ്ക്സ് ബിജോയ്. അത് കിട്ടില്ല തന്നെ. ആ മ്യൂസിക് ഈ മൂവിയുടെ പല ഏരിയ എത്തുമ്പോഴും ഭയങ്കരമായിട്ട് ലെവൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫർ ജോമോൻ ടി ജോൺ. നല്ല കുറേ ഷോട്ട്സുകളുണ്ട്, ഫൈറ്റ് സീനാണെങ്കിലും എല്ലാത്തിലും. എഡിറ്റിങ്ങും പെർഫെക്റ്റ്. ചമ്മൻ ചാക്കോ എഡിറ്റിംഗ് ഒക്കെ കിട്ടില്ലോയിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട്സ് ചെയ്തിരിക്കുന്നത് ചേതൻ ഡിസൂസ, യാനിക് ബെൻ, ഫീനിക്സ് പ്രഭു, ഇവരൊക്കെയാണ് സ്റ്റണ്ട്സ് ചെയ്തിരിക്കുന്നത്. സ്റ്റണ്ട്സ് ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം ഒരുപാട് സ്റ്റണ്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ ആ സെക്യൂരിറ്റിയുടെ സ്റ്റണ്ട് ഒരു രക്ഷയില്ല, അതൊക്കെ കിട്ടില്ലാണ്. പിന്നെ ഫസ്റ്റ് ഇൻട്രോയിൽ പൃഥ്വിരാജിൻ്റെ ഒരു ഇൻട്രോയിൽ വരുന്ന സ്റ്റണ്ടും ഉണ്ട്. അതും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ഖലീഫ മൂവിയുടെ റിവ്യൂ. ധൈര്യമായിട്ട് പോയി കണ്ടോളൂ, വേസ്റ്റ് ഒന്നും ആകത്തില്ല പൈസ. അത്ര മോശമല്ലാത്ത നല്ലൊരു പടമാണെന്ന് ഞാൻ പറയുന്നത്. നല്ലൊരു ആക്ഷൻ പടമാണെന്ന് പറയും. ഫാമിലി മൂവിയാണ് ഞാൻ ആദ്യം ഇതിനെ പറയുന്നില്ല. ബട്ട് ഫാമിലിക്ക് പോയിരുന്ന് കണ്ടാലും ഒരു കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പടം. അപ്പം അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് ഉടൻ കാണാം ഗൈസ്. അതിലേക്കും സീ യു, ബൈ.